എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. പോയിന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഗായ്സ് നമ്മൾ സ്ട്രോബെറി പഠിക്കാൻ പോവാണ്. അപ്പോൾ ഗായ്സ് ഇതാണ് ഗായ്സ് സ്ട്രോബെറി ഗാർഡൻ. കണ്ട് മൊത്തം സ്ട്രോബെറി. നമ്മെ മഴ വീണു. ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗായ്സ്, മഴ. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിത് പറിക്കുകയാണ് ഗായ്സ്. ഉണ്ടോ, നല്ല വലിയ സ്ട്രോബെറീസ് ആണ്. അല്ല ഭയങ്കര വലുതാണ്. നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ചേച്ചിയുടെ കൂടെ ചെല്ലേ. ഇവിടെ കൊറേ പഴുത്തുണ്ട്. കടിച്ചാണോ നീ തരുന്നത്? നമുക്ക് വലിയൊരു സ്റ്റോറി കിട്ടിയല്ലോ. വലിയൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വലിയ സ്ട്രോബെറി. അപ്പൊ നമുക്ക് വേറെ ഉണ്ടോ, നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചു വെക്കാം. ഭയങ്കര മധുര. നീ കൊട്ട വേണോ അച്ഛൻ? അച്ഛൻ ഇതുപോലത്തെ സ്ട്രോബെറി വാർക്കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ. ആശകളിൽ തേനലയായി തുള്ളി തുള്ളി എന്റെ ഉള്ളും പാടുകയാ. കലാലോലം കണ്ണുകൾ കളിച്ചെണ്ടായി കൽപ്പന. നറും തേനോ നിൻ സ്വരം, നിലാപ്പൂവോ നിൻ മനം. മിഴിക്കോണിൽ അഞ്ജനം, മൊഴിപ്പൂവിൽ സാന്ത്വനം. കിനാവാകും മഞ്ചലിൽ വരൂ നീ എൻ ജീവനിൽ. ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി. അപ്പൊ ഹലോ ഗൈസ്, ഇത് റാസ്ബെറി ഗാർഡാണ്. അപ്പൊ നമ്മൾക്ക് നന്നായിട്ട് കിട്ടിയൊരു റാസ്ബെറി കുഞ്ഞാണ്. നമുക്ക് തിന്നു നോക്കാം. അപ്പൊ ഗായ്സ്, ഞാനും എന്റെ അനിയനും കൂടെ നമ്മൾ ഇത്രയും പൊറിച്ചിട്ടുണ്ട് ഗൈസ്. കുറെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ പറിക്കണം. അപ്പൊ ഗായ്സ്, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ,